ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ജാൻവി എന്നുള്ള സ്റ്റോറിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ജാൻവി എന്നുള്ളത് ഒരു കഹാനി, ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ്. ആരാണ് രചിച്ചിട്ടുള്ളത്? ലത അഗ്രവാൾ. ഓക്കെ, അപ്പം എന്താണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. അക്കേലേപ്പൻ കി പീർ സേ ജിസ്കാ മൻ ഹെ ഭീഗ വഹി ബനെ ഹംദർദ് ജബ് കോയി ഹോ ജായേ തൻഹ എന്നാണ് പറയുന്നത്. അപ്പം അക്കേലേപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ അക്കേലാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടല്. കി പീർ സേ ജിസ്ക മൻ ഹെ ഭീഗ, ഭീഗ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നനയുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റപ്പെടലിന്റെ വേദനയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളുടെ മനസ്സിന് മാത്രമേ വഹി ബനെ ഹംദർദ് ജബ് കോയി ഹോ ജായേ തൻഹ, ആ വ്യക്തിക്ക് മാത്രമാണ് ഹംദർദി ജത്താൻ അല്ലെങ്കിൽ ഹംദർദ് ഹോന എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റൊരാളുടെ വേദനയെ മനസ്സിലാക്കുക, അവരോടൊരു സഹാനുഭൂതി കാണിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പം എന്താണ്, സ്വയം തന്നെ ഒറ്റപ്പെടലിന്റെ വേദന എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമാണ് മറ്റൊരാൾ ഒറ്റപ്പെടുമ്പോൾ ആ ഒരു വ്യക്തിയോട് സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത് കുറച്ചിങ്ങനെ പോയിറ്റിക് ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതായത് എന്താണ്, ഒറ്റപ്പെടലിന്റെ ആ ഒരു വേദനയിൽ നനഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് മറ്റൊരാൾ ഒറ്റപ്പെടുമ്പോൾ സഹാനുഭൂതി കാണിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ പീർ എന്ന് ഉദ്ദേശിക്കുന്നത് വേദന എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ച ഒരാൾക്ക് മാത്രമാണ് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം. ജാൻവി. यात्रीगण कृपया ध्यान दें, भोपाल जंक्शन से वाराणसी को जाने वाली ट्रेन कुछ ही समय में प्लेटफॉर्म नंबर 1 पर आ रही है. റെയിൽവേ സ്റ്റേഷനിൽ ഒരു അനൗൺസ്മെന്റ് ആണ് ആദ്യം തന്നെ കേൾക്കുന്നത് അല്ലെ. എന്താണ്, യാത്രികളോട് ശ്രദ്ധിക്കാനായിട്ട് പറയാണ്. യാത്രിഗൺ കൃപയ ധ്യാൻ ദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യാത്രക്കാർ ശ്രദ്ധിക്കുക. എന്താണ്, ഭോപ്പാൽ ജംഗ്ഷൻ സെ വാരണാസി കോ ജാനെ വാലി, അതായത് ഭോപ്പാൽ ജംഗ്ഷനിൽ നിന്ന് വാരണാസിയിലേക്ക് പോകുന്ന ട്രെയിൻ കുച്ച് ഹി സമയമേ, കുറച്ച് സമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 पर आ रही है, പ്ലാറ്റ്ഫോം നമ്പർ 1 വരും എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. അനൗൺസ്മെന്റ് ഹോനെ കെ ബാദ് യാത്രിയോ മേ ആപ്പാധാപ്പി മച്ച് ഗയി. ആപ്പാധാപ്പി മച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിരക്ക്, അതായത് ആൾക്കാര് ആ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ തിരക്ക് പിടിച്ചിട്ട് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. 5 മിനിറ്റ് മേ ഹി ധड़ धड़ाती हुई ट्रेन अपनी रफ्तार से प्लेटफॉर्म पर आकर लगी. എന്താണ്, ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ധടുധടാത്തി ഹുയി ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന്റെ സൗണ്ടിനാണ് പറയുന്നത്. ആ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ട്രെയിൻ എന്താണ്, അപ്നി റഫ്താർ സെ, റഫ്താർ എന്ന് വെച്ചാൽ സ്പീഡ്. അപ്പൊ ആ ട്രെയിനിന്റെ ആ സ്പീഡില് പ്ലാറ്റ്ഫോം पर आकर लगी, പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിർത്തി. मैं अपना सामान सहेज ट्रेन के अंदर होली, ഞാൻ എന്റെ സാമാൻ എന്ന് വെച്ചാൽ എന്താ, എന്റെ സാധനങ്ങൾ, എന്റെ കയ്യിലുള്ള ലഗേജും കാര്യങ്ങളൊക്കെ സഹേജ് എല്ലാം കളക്ട് ചെയ്തിട്ട് ട്രെയിൻ കെ അന്തർ ഹോലി, എന്താണ്, ട്രെയിനിന്റെ ഉള്ളിലേക്ക് കടന്നു. जैसे ही अपनी सीट के पास पहुंची, देखा एक बुजुर्ग सज्जन खिड़की के पास पहले से ही बैठे हुए हैं. അങ്ങനെ ഞാൻ എന്റെ സീറ്റിന്റെ അടുത്തോട്ട് എത്തിയപ്പോൾ എന്താണ് ഉണ്ടായത്, ദേഖ കണ്ടു, एक बुजुर्ग सज्जन, ഒരു പ്രായം ചെന്നിട്ടുള്ള ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, खिड़की के पास पहले से ही बैठे हुए हैं, ആ വിൻഡോ സീറ്റിന്റെ അവിടെയായിട്ട് മുൻപേ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഓഥർ കയറുന്നതിന് മുൻപേ തന്നെ ആ ട്രെയിനിൽ ഈ ഓഥറിന്റെ സീറ്റിൽ എന്താണ്, ഒരു പ്രായം ചെന്ന വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, യേ ഖിഡ്കി കെ പാസ് വാലി സീറ്റ് മേരി ഹെ. അപ്പോൾ ഓഥർ എന്താണ് പറഞ്ഞത്, എക്സ്ക്യൂസ് മീ, ഈ വിൻഡോ സീറ്റ് എന്റെ ആണ് എന്ന് പറഞ്ഞു. ബുസുർഗ് തോ ലഗ്താ ഹെ കിസി ഗഹരെ ചിന്തൻ മേ ഖോയേ ഥേ. അപ്പം ആ പ്രായം ചെന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഡീപ്പായ ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഗഹര എന്ന് വെച്ചാൽ എന്താണ്, ആഴത്തിലുള്ള, എന്തോ ഇങ്ങനെ ആലോചിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ആ പ്രായം ചെന്ന വ്യക്തി എന്നാണ് പറയുന്നത്. മേര ഇത്തന കഹത്തെ ഹി ജൈസെ ചോങ്ക് പടേ और अपराध भाव से सहमते हुए झट खड़े हो बोले माफी चाहता हूँ. അപ്പോ റൈറ്റർ ഇത്രേ പറഞ്ഞുള്ളൂ, ആ സീറ്റ് എന്റെ ആണെന്ന്. അത് പറഞ്ഞത് കേട്ടപ്പോഴേക്കും ഈ ബുസൂർഗ് എന്താണ് ചെയ്തത്, ചോക്ക് പടേ, അതായത് ഞെട്ടി. എന്നിട്ട് അപരാധ ഭാവസെ, അതായത് ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഭാവത്തില്, താൻ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഭാവത്തില്, സെഹംതേ ഹുവേ, ഇങ്ങനെ ഒന്ന് പതുങ്ങിയിട്ട്, അതായത് തെറ്റ് സംഭവിച്ചു എന്നുള്ള അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജിൽ വരുന്ന മാറ്റല്ലേ, അങ്ങനെ എന്ത് ചെയ്തു, ഝട്ട് സെ ഖടേ ഹോ ബോലെ, ഝട്ട് സെ എന്ന് വെച്ചാൽ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു, ഖടേ ഹോ
എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ബോലെ പറഞ്ഞു, മാഫി ചാത്താ ഹും, സോറി എന്ന് പറയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം എന്തോ ആലോചിച്ചിരുന്നത് കൊണ്ട് ആദ്യം ഈ റൈറ്റർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. പക്ഷെ അത് കേട്ട വശം തന്നെ എന്താണ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാണ്. വേ സീറ്റ് കെ ദൂസരെ ചോർ മേ ഏകദം കിനാരെ പർ ജാ ബാഠെ. എന്നിട്ട് ആ വ്യക്തി എന്താ ചെയ്തത്, സീറ്റിന്റെ ദൂസരെ ചോർമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് അറ്റത്ത്, അതായത് സീറ്റിന് രണ്ട് സൈഡ് ഉണ്ടായിരിക്കുമല്ലോ, വിൻഡോ സീറ്റ് അല്ലാത്ത മറ്റേ ആ ഒരു കോർണറില്ലേ, അവിടെ പോയിട്ട് ഇരുന്നു, സീറ്റിന്റെ ആ അറ്റത്ത് പോയി ഇരുന്നു. ട്രെയിൻ ധീരെ ധീരെ റേങ്കിനയിലേക്ക്, ട്രെയിൻ പതുക്കെ പതുക്കെ നീങ്ങാനായിട്ട് തുടങ്ങി. റേങ്കിന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഴയുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ട്രെയിൻ നിർത്തിയിട്ടേക്കല്ലേ, അവിടുന്ന് സ്ലോ ആയിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുക, അതിനെയാണ് പറയുന്നത്. മേരെ ഠീക് സാമനെ വാലി സീറ്റ് പർ ഏക് യുക്തി ആക്കർ ബാഠി തി. എന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള, ഠീക് സാമനെ എന്ന് പറഞ്ഞാൽ എന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു സീറ്റിൽ ഒരു യുവതി വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മൻ കോ തസല്ലി ഹുയി കോയി നഹി തോ കം സെ കം യ തോ ഹൈ ബത്തിയാനെ കോ. അപ്പോ മനസ്സിന് എന്താണ് ഒരു തസല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം, ഒരു ആശ്വാസം കിട്ടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോയി നെഹി തോ കം സെ കം യ തോ ഹെ ബത്തിയാനെ കോ, ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു യങ് ആയിട്ടുള്ള ലേഡി ഓപ്പോസിറ്റ് വന്നിരുന്നില്ലേ, ആ ലേഡിയെങ്കിലും ഉണ്ടല്ലോ എനിക്ക് സംസാരിക്കാനായിട്ട് എന്നുള്ള ഒരു ആശ്വാസം എനിക്ക് കിട്ടി എന്നാണ് പറയുന്നത്. മേരി നസർ ബാർ ബാർ യുവതി കി ഓർ ഉഠ് ജാത്തി ഇസ് ഉമ്മീദ് സെ കി അഭി ബാത്തോ കാ സിൽസില ആരംഭ ഹോ. അങ്ങനെ ഈ റൈറ്റർ ഈ യുവതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. മേരി നസർ ബാർ ബാർ യുവതിക്ക് ഓർ ഉഡ്ജാത്തി എന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റർ ഇടയ്ക്കിടയ്ക്ക് ആ ലേഡി ഇരിക്കുന്ന ഡയറക്ഷനിൽ നോക്കുന്നുണ്ട്. ഇസ് ഉമ്മീദ് സെ, എന്ത് ഉമ്മീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോപ്പ്, ഈ പ്രതീക്ഷയോട് കൂടിയിട്ട്, കി അബി ബാത്തോ കാ സിൽസില ആരംഭവും, ഇപ്പോ എന്താണ് ആ സംസാരത്തിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പം റൈറ്ററിന് ആരുടെയെങ്കിലും സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താണ് ഉണ്ടായത്, മഗർ വ തോ കാൻ മേ ബ്ലൂടൂത്ത് കി പിൻ ഘുസായെ ऐसे बैठी थी कि कोई है ही नहीं उसके आसपास. പക്ഷെ മഗർ എന്ന് പറയുമ്പോൾ പക്ഷെ എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടി തന്റെ ചെവിയിൽ ഈ ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം തന്റെ ചുറ്റും, തന്റെ ആസ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ചുറ്റും ആരും തന്നെ ഇല്ല എന്നുള്ള പോലെയാണ് ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും വെച്ചിട്ട് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. മൻ ഉദാസ് ഹോ ഗയ ഉസ്കെ ഇസ് റവയ്യെ സെ. റവയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ പെരുമാറ്റം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം എന്താണ് ഈ പെൺകുട്ടിയുടെ ഈ പെരുമാറ്റം കണ്ടപ്പോൾ റൈറ്ററിന്റെ മനസ്സൊന്ന് വിഷമിച്ചു എന്നാണ് പറയുന്നത്. ഉദാസ് ഹോന എന്ന് വെച്ചാൽ എന്താ, വിഷമിക്കുക. ബുസുർഗ് സജ്ജൻ തോ ജൈസെ അപ്നെ മെ ഹി ഖോയാ ഥാ. പിന്നെ ഈ പ്രായം ചെന്ന ആളാണെന്നുണ്ടെങ്കിൽ സ്വന്തം തോട്ട്സിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, അതായത് ചുറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഖോന എന്ന് വെച്ച് കഴിഞ്ഞാല് നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ ഖോയാ ഥ എന്ന് പറയുമ്പോൾ തന്റെ ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. फिर अकेला आदमी बैठा बैठा क्या करे, कोई चारा न पाकर मैं उस युवती के വ്യക്തിത്വ का പോസ്റ്റ്മോർട്ടം करने लगी. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഒറ്റയ്ക്ക് കുറെ നേരം ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ ഞാൻ എന്താ ചെയ്ത് വെച്ചാല് കോയി ചാരാന പാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് मैं उस युवती के വ്യക്തിത്വ का പോസ്റ്റ്മോർട്ടം करने लगी. ഞാൻ ആ ഒരു യുവതിയുടെ ക്യാരക്ടറിനെ ഇങ്ങനെ ഡൈസെക്ട് ചെയ്ത് അതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് തുടങ്ങി. ഉസ്കി ആധുനികത മേരി ആഖോ മേ ഖട്ടക്നെ ലഗി. അതായത് ആ പെൺകുട്ടിയുടെ മോഡേൺ ആയിട്ടുള്ള ഒരു സ്വഭാവമില്ലേ, അത് എനിക്കൊരു കല്ലുകടിയായി എന്ന് പറയില്ലേ, അതായത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള അർത്ഥമാണ് ഈ ആഖോ മേ ഖട്ടക്നെ ലഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ആറ്റിറ്റ്യൂഡ് അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാ പറയുന്നത്. ആധുനികത കാ ലബാദ ഓഢെ കാനോ മേ മ്യൂസിക് ലഗായെ വ മസ്ത് ഥി. ലബാദ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, വസ്ത്രം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ആവരണം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അതായത് മോഡേണിറ്റിയുടെ ആ ഒരു ആവരണത്തില്, ഓഢന എന്ന് വെച്ച് കഴിഞ്ഞാല് ധരിക്കുക, പുതയ്ക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അപ്പം അതായത് മോഡേൺ ആയിട്ടുള്ള എന്താണ് വസ്ത്രമൊക്കെ ധരിച്ചിട്ട്, ആധുനികത ക ലബാദ ഓഢെ എന്ന് വെച്ച് കഴിഞ്ഞാല് മോഡേൺ ആണെന്ന് കാഴ്ചയിൽ തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ്. പിന്നെ കാനോമേ മ്യൂസിക് ലഗായെ വ മസ്ത് ഥി, എന്താണ് ചെവിയിൽ ഈ ഹെഡ്സെറ്റും മറ്റും വെച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ട് ആ പെൺകുട്ടി അവളുടേതായ ലോകത്ത് എന്താണ് ആണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. തൻ്റെതായിട്ടുള്ള ആ ഒരു എൻജോയ്മെന്റിലാണ് ഈ ഒരു ജേർണിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജവാനി കാ ജോഷ് ഹെ ഭല ഉൻഹെ കിസി സെ ക്യാ ലേന ദേന. അതായത് യങ് ആയതിന്റെ ആവേശാണ്, ഇവർക്ക് പിന്നെ ആരിനായിട്ടും ഒരു ബന്ധവും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. അതായത്
നോക്ക് മോഡേൺ പിള്ളേർ അവരെ അങ്ങ് വിട്ടേക്ക് എന്നുള്ള രീതിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പറയുന്നത്. അതായത് ഇവര് മോഡേൺ ആയിട്ടുള്ള ഒരു സ്ത്രീയാണല്ലോ മുന്നിലിരിക്കുന്നത്, ഒരു പെൺകുട്ടിയാണ് മുന്നിലിരിക്കുന്നത്. അപ്പം മോഡേൺ ജനറേഷൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, സ്വന്തം കാര്യം നോക്കിയല്ലേ ജീവിക്കുക, ആ യങ് ആയതിന്റെ ആവേശമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മൻ മേ ഈർഷ്യ ഹോ രഹി ഥി. ഈർഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ, ജലസി എന്നുള്ള അർത്ഥമാണ്. മനസ്സിൽ എന്താണ്, അസൂയ തോന്നുന്നുണ്ടായിരുന്നു. യുവതി കോ ഷായത് എഹസാസ് ഹോ ഗയാ ഥാ കി കാഫി ദേർ സെ മേരി നസറെ ഉസ് പർ ഗടി ഹെ. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന യുവതിക്ക് എഹസാസ് ഹോ ഗയാ ഥാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് തോന്നിയത്, എന്താണ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്? കാഫി ദേർ സെ മേരി നസറെ ഉസ് പർ ഗടി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നേരമായിട്ട്, കാഫി ദേർ സെ എന്ന് വെച്ചാൽ ഒരുപാട് സമയമായിട്ട് എന്റെ കണ്ണുകൾ, മേരി നസറെ എന്ന് പറയുമ്പോൾ എന്റെ കണ്ണുകൾ അവരിൽ തന്നെയാണ്, അതായത് ആ പെൺകുട്ടിയുടെ മുകളിൽ തന്നെയാണ് എന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഉസ്നെ ഏക് നസർ ഉഠാക്കർ മുझे देखा और हल्की सी स्माइल दी. എന്നിട്ട് ആ പെൺകുട്ടി എന്താ ചെയ്തത്? ഏക് നസർ ഉഠാക്കർ മുझे देखा, ഒന്ന് എന്റെ നേരെ നോക്കി, എന്നിട്ട് ഹൽക്കി സി സ്മൈൽ ദി, ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ക്യാ കഹൂ ജൈസെ പ്യാസെ കോ തൃപ്തി മിൽ ഗയി ഹോ. അപ്പൊ റൈറ്ററിന് തോന്നിയ ഫീലിംഗ് എന്താണെന്നറിയോ? ദാഹിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്താണ് വെള്ളം കിട്ടിയതുപോലെ, ആ ദാഹം മാറ്റാൻ കഴിഞ്ഞതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ആ പെൺകുട്ടി റൈറ്ററിനെ നോക്കി ചിരിച്ചപ്പോൾ ഉണ്ടായത്. പ്യാസേക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹിച്ചിരിക്കുന്ന വ്യക്തിക്ക് എന്നുള്ള അർത്ഥമാണ്. ഓർ മുസ്കുര ഉഠി മാബി. അങ്ങനെ ഈ പെൺകുട്ടി റൈറ്ററിനെ നോക്കി ചിരിച്ച സമയത്ത് എന്താണ്, റൈറ്ററിന് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്, എന്റെ ദാഹം തീർന്നതുപോലെയുള്ള, ദാഹം മാറിയതുപോലെയുള്ള ഫീലിംഗ് ആണ് വന്നത്. എന്നിട്ട് റൈറ്ററും ആ പെൺകുട്ടിയെ നോക്കിയിട്ട് തിരിച്ച് ചിരിച്ചു എന്നാണ് പറയുന്നത്, പുഞ്ചിരിച്ചു. മഗർ യാ ക്യാ വ ഫിർ അപ്നെ മൊബൈൽ മേ വ്യസ്ത് ഹോ ഗയി. പക്ഷെ പിന്നീട് എന്താ ഉണ്ടായത്? ആ ഒരു പെൺകുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്റെ മൊബൈലിൽ തന്നെ വ്യസ്ത് ഹോ ഗയി എന്ന് വെച്ചാൽ ബിസി ആയി എന്നുള്ളതാണ്. ഹേ ഭഗവാൻ, ഇത്ന मुश्किल सफर तो कभी ना रहा, अब सहा नहीं जाता, कैसे क्या करूं. അങ്ങനെ ഈ റൈറ്റർ വിചാരിക്കുകയാണ്, ഭഗവാൻ ഇതുവരെ ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സഫർ എന്ന് പറഞ്ഞ ഒരു യാത്ര ചെയ്യേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടേ ഇല്ല. എങ്ങനെയാണ് ഞാനിത് സഹിക്കുക? അബ് സഹാ നഹി ജാത്ത എന്ന് വെച്ചാൽ ഇപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാസെ ക്യാ കറു, ഇനിയിപ്പൊ എന്താ ചെയ്യുക, എങ്ങനെയാ ചെയ്യുക എന്നൊക്കെ ആലോചിക്കുകയാണ്. കാരണം അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ജേർണിയാണ്, സമയം പോകാനൊന്നുമില്ല, ആരും സംസാരിക്കുന്നില്ല. മേരി നസർ ബുസുർഗ് കി ഓർ ഗയി. അപ്പം എന്താണ്, ഞാൻ ബുസുർഗിനെ ഒന്ന് നോക്കി, അവിടേക്ക് എന്റെ ശ്രദ്ധ പോയി. മേ ബോൽ പടി, ഞാൻ സംസാരിച്ചു. എന്താണ്, ഞാൻ ചോദിച്ചു. ആപ് കഹാ ജാ രഹേ ഹെ ഭയ്യാജി, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചു. മായി കെ ഘർ. അപ്പൊ ആ പ്രായം ചെന്ന വ്യക്തി പറഞ്ഞു, മായി കെ ഘർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിലേക്കാണ്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്കാണ് എന്ന് പറഞ്ഞു. കഹാ രഹത്തെ ഹെ ആപ്കി മായി. അപ്പം റൈറ്റർ ചോദിക്കുകയാണ്, താങ്കളുടെ അമ്മ എവിടെയാണ് താമസിക്കുന്നത് എന്ന്. ജന്മദേനെ വാലി മായി നാ വ തോ കബ് കി സമാ ഗയി ധർത്തി തലെ. അതായത് അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് ജന്മം തന്ന എന്റെ അമ്മയുടെ അടുത്തേക്കല്ല ഞാൻ പോകുന്നത്, ആ അമ്മയൊക്കെ എത്രയോ കാലം മുൻപ് എന്താണ് ഭൂമിയുടെ അടിയിലോട്ട് പോയി, അതായത് മരിച്ചു എന്ന് പറയാണ്. ധർത്തി മേ സമാഗയി, ധർത്തി തലേ സമാഗയി എന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണുമായിട്ട് ലയിച്ചു ചേർന്നു, അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിലാണ്, അതായത് മരിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ധർത്തി തലേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂമിയുടെ താഴെ എന്നുള്ള അർത്ഥമാണ്. സമാജാന എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ ലയിച്ചു ചേരുക എന്നുള്ള അർത്ഥമാണ്. അപ്പം എനിക്ക് ജന്മം തന്ന എന്റെ അമ്മ മരിച്ചിട്ട് ഒരുപാട് വർഷമായി, ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്കല്ല പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ റൈറ്റർ ചോദിക്കുകയാണ്, പിന്നെ ഏത് അമ്മയുടെ അടുത്തോട്ടാണ് പോകുന്നത് എന്ന്. ഗംഗാമായിക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഗംഗാമായിയുടെ അടുത്തേക്കാണെന്ന്, അതായത് ഗംഗാ നദിയുടെ അവിടേക്കാണ് എന്നാണ് പറഞ്ഞത്. ഗംഗാമായി മുझे ആശ്ചര്യ ഹുവ. അപ്പം റൈറ്റർ വീണ്ടും ചോദിച്ചു, ഗംഗാമായിയോ? ആശ്ചര്യത്തോടെ അങ്ങനെ ചോദിക്കുകയാണ്. ഗംഗാമായി ബഹത്തി ഹെന വഹ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗംഗാമായി ഒഴുകുന്നില്ലേ, അവിടേക്കാണ് ഞാൻ പോകുന്നത് എന്ന്. അച്ഛാ ആപ് ഗംഗാ നദി കി ബാത് കർ രഹേ ഹെ. അങ്ങനെ അപ്പൊ റൈറ്റർ ചോദിക്കുകയാണ്, ഓ അപ്പൊ താങ്കള് ഗംഗാ നദിയെ കുറിച്ചിട്ടാണോ പറയുന്നത് എന്ന്. മുझे अपनी मूढ़ता पर झेप भी हुई. അതായത് എനിക്ക് എന്റെ ആ മൂഢതയെ കുറിച്ച് ആലോചിച്ചിട്ടൊന്ന് ഒരു നാണക്കേട് തോന്നി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഗംഗാമായി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലാക്കേണ്ടതല്ലേ ആയിരുന്നു, എനിക്ക് ഇത്രയും സമയം വേണ്ടി വന്നല്ലോ ഇത് മനസ്സിലാക്കാൻ ആലോചിച്ചിട്ട് ചെറിയൊരു ചമ്മൽ തോന്നി എന്നാണ് പറയുന്നത്. വഹാ കോയി റിഷ്തേദാർ ബി ഹെ ആപ്കെ. അപ്പം ഈ ഓദർ ചോദിക്കുകയാണ്, എന്താണ് അവിടെ ഏതെങ്കിലും റിഷ്തേദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്, ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന്. നാ മേരാ കോയി നാത്തേദാർ നെഹി. അപ്പം ആള് പറയാണ്, ഇല്ല എനിക്ക് റിലേറ്റീവ്സ് ഒന്നും ഇല്ല.
അച്ഛാ തോ ഗംഗാ സ്നാൻ കോ ജാ രഹേ ഹെ. അപ്പോ ഓദർ ചോദിച്ചു, ഓ അങ്ങനെയാണെങ്കിൽ ഗംഗാ സ്നാനം ചെയ്യാൻ വേണ്ടി പോവുകയാണോ എന്ന്. നാ മൈ ഗംഗാ മായി കി പഗ് ധൂലി മേ രഹനെ ജാ രഹാ ഹൂം. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ അമ്മയായിട്ടുള്ള ഗംഗാ നദിയുടെ എന്താണ് കാൽ ചുവട്ടില്, പഗ് ധൂലി എന്ന് വെച്ച് കഴിഞ്ഞാല് കാലിന്റെ അവിടെയുള്ള മണ്ണ്, പൊടി എന്നുള്ള അർത്ഥമാണ്. അവിടെ ജീവിക്കാനായിട്ട് പോവാണ്, അതായത് ഗംഗാ നദിയുടെ അടുത്ത് ജീവിക്കാനായിട്ട്, അവിടെ ആശ്രയം പ്രാപിക്കാനായിട്ട് പോവുകയാണ് എന്നാണ് പറഞ്ഞത്. ഉൻകെ ഇസ് വാക്യനെ ഉസ് യുക്തി കാ ധ്യാൻ ബി ഉസ്കി ഓർ ഖീച്ച് ലിയ. അങ്ങനെ ഇദ്ദേഹം ഈ കാര്യം പറഞ്ഞതോട് കൂടിയിട്ട് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെൺകുട്ടിയിലെ, മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ധ്യാൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയും പിടിച്ചുപറ്റി എന്നുള്ളതാണ്. അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ അത്രയും നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ ശ്രദ്ധയും ഇങ്ങോട്ടായി എന്നാണ് പറയുന്നത്. ക്യാ ആപ്കാ കോയി നഹി ഹെ ബാബ. അപ്പം താങ്കൾക്ക് ആരും ഇല്ലേ, വേറെ ബന്ധുക്കളോ മക്കളോ ആരും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അബ് തക് മൊബൈൽ മേ വ്യസ്ത് യുവതി അച്ചാനക് ബോൽ പടി. ഇതാരാണ് ചോദിച്ചത്? ഇത്രയും നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടിയാണ് ചോദിച്ചത്. ഹേ ഏക് ബേട്ട ഏക് ബേട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഒരു മകനും ഒരു മകളും ഉണ്ട് എന്ന് പറഞ്ഞു. ക്യാ ആപ്കെ ബച്ചോനെ ആപ്കോ സംഗ് രഖ്നെ സെ മനാ കർ ദിയ. അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് ആ പെൺകുട്ടി, താങ്കളുടെ മക്കള് താങ്കളെ കൂടെ നിർത്താനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. സംഗ് രഖ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം നിർത്തുക എന്നുള്ള അർത്ഥമാണ്. മനാ കർദേന എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയാം. അപ്പം താങ്കളെ കൂടെ നിർത്താനായിട്ട് പറ്റില്ല എന്ന് മക്കള് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. നാ നാ ആസി ബാത് നെഹി വേ യഹാ നെഹി രഹത്തെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, എന്റെ മക്കൾ ഇവിടെ അല്ല താമസിക്കുന്നത് എന്ന്. മത്ലബ് മാനെ ജിഗ്യാസ വശ് പൂച്ച. അങ്ങനെ അപ്പൊ ഈ റൈറ്റർ ചോദിക്കുകയാണ്, മത്ലബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ച് എന്നുള്ള രീതിയിൽ ചോദിച്ചു. വേ വിദേശ് മേ രഹത്തെ ഹെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവര് വിദേശത്താണ് എന്നുള്ളത്. ബാത്തോ കെ ദൗറാൻ പത്താ ചല കി യുവതി കാ നാം ജാൻവി ഹെ. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് മനസ്സിലായത് സീറ്റിന്റെ ഓപ്പോസിറ്റ് ഇരുന്ന പെൺകുട്ടിയുടെ പേര് എന്താണ്, ജാൻവി എന്നാണ്. അപ്പൊ സ്റ്റോറിയുടെ പേരും ജാൻവി എന്നാണല്ലോ. അപ്പം ഈ സ്റ്റോറിയിലെ ഒരു മെയിൻ ക്യാരക്ടറാണ് ജാൻവി. അപ്പൊ ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആപ്കി പത്നി. അപ്പം പിന്നീടും ഇദ്ദേഹത്തോട് ഇവര് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, അപ്പൊ താങ്കളുടെ ഭാര്യയോ എന്ന്. 35 ബരസ് പെഹലെ ഹി ഭഗവാൻ കെ ഘർ ചലി ഗയി. 35 വർഷം മുന്നേ തന്നെ മരിച്ചുപോയി എന്നാണ്, അതായത് ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത്, മരിച്ചുപോയി എന്നാണ് പറയുന്നത്. തോ അബ് തക് ആപ് കഹാ രഹത്തെ ഥേ ഭയ്യാജി. അപ്പം ഓദർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇത്ര നാള് താങ്കൾ എവിടെയായിരുന്നു താമസിച്ചിരുന്നത് എന്ന്. ബിട്ടിയാക്കിയ സംഘ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മകളോടൊപ്പമാണ് എന്ന്. അബ് വോ ബി വിദേശ് ചലി ഗയി. ഇപ്പോ എന്താണ്, മകളും വിദേശത്തേക്ക് പോയി. आमदनी का कोई जरिया तो होगा, मेरा मतलब है आप कहीं नौकरी करते होंगे, खेती होगी, घर होगा आपका. അപ്പോ ഈ റൈറ്റർ ഇങ്ങനെ ചോദിക്കുകയാണ്, ആംദനി കാ കോയി ജറിയ തോ ഹോഗ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏൺ ചെയ്യാനായിട്ടുള്ള, ആംദനി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു പൈസ ഏൺ ചെയ്യണ്ടേ, ലൈവ്ലിഹുഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പം നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ജറിയ തോ ഹോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴി ഉണ്ടാകുമല്ലോ, ഒരു മാർഗം ഉണ്ടാകുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. മേരാ മത്ലബ് ഹെ ആപ് കഹി നോക്കറി കർത്തെ ഹോങ്കെ. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എവിടെയെങ്കിലും നോക്കറി ചെയ്യുന്നുണ്ടാവും, എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവില്ലേ. ഖേത്തി ഹോഗി, കൃഷി ഉണ്ടാവില്ലേ. ഘർ ഹോഗ, വീടുണ്ടാവില്ലേ. ആപ്ക എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ജോലിയോ അല്ലെങ്കിൽ കൃഷിയോ അല്ലെങ്കിൽ വീടോ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. മസൂർ ആദ്മി ഹും. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത്, ഞാന് മസൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളിയായിട്ട് ജീവിച്ചിരുന്നതാണ്. 4 ഏക്കർ ജമീൻ ഥി പാസ്. അതായത് 4 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. 1 ഏക്കർ ജമീൻ 35 ബരസ് പെഹലെ കാന്ത ജബ് ബീമാർ ഹുയി തബ് ഉസ്കെ ഇലാജ് ഖാത്തിർ ബിക് ഗയി. അതായത് ഞാനിങ്ങനെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വൈറ്റ് കോളർ ജോബ് ഒന്നുമല്ല, ഇങ്ങനെ തൊഴിലാളിയായിട്ട് ജീവിച്ചിരുന്ന തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് 4 ഏക്കർ ജമീൻ ഉണ്ടായിരുന്നു, 4 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അതില് 1 ഏക്കർ എന്താ ചെയ്തത്, 35 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള പേരെന്താണ്, കാന്ത. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കാന്തയ്ക്ക് വയ്യാതായ സമയത്ത്, അസുഖം ഉണ്ടായ സമയത്ത്, ബീമാർ ഹുയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാതായ സമയത്ത്, ഉസ്കെ ഇലാജ് ഖാത്തിർ,
ഭാര്യയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ബിക്ക് ഗൈ, ഇലാജ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ബിക്ക് ഗൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റു എന്നുള്ളതാണ്, വിറ്റു പോയി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ 4 ഏക്കറിൽ 1 ഏക്കർ 35 വർഷം മുന്നേ ഭാര്യയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വിറ്റു. മത്ലബ് അബി 3 ഏക്കർ ജമീൻ തോ ഹേന ആപ്കെ പാസ്, ജാൻവിനെ പൂച്ച. അപ്പൊ ജാൻവി ചോദിച്ചു എന്താണ്, അപ്പൊ 1 ഏക്കറല്ലേ അന്ന് വിറ്റുള്ളൂ, എന്നാലും 3 ഏക്കർ ഭൂമി ഇല്ലേ താങ്കളുടെ പക്കൽ ഇപ്പോഴും എന്ന് ചോദിക്കുകയാണ്. ബഡാ ബേട്ട കേശവ് ബോല, बापू पढ़ने खातिर विदेश जाना था, सो 1.5 एकड़ जमीन बेच के ഉസ്കോ വിദേശ് ഭേജ. അപ്പൊ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കേശവ്, മകന്റെ പേരെന്താണ്, കേശവ്, ഇങ്ങനെ പറഞ്ഞു അച്ഛ എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്ന്. അപ്പൊ അവനെ പറഞ്ഞു വിടാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, 1.5 ഏക്കർ ജമീൻ, അതായത് ഒരു 1.5 സെന്റ് സ്ഥലം വിറ്റു എന്നാണ് പറയുന്നത്. वह फिर कभी लौट के आया नहीं, उधर ही ब्याह रचा लिया. അതിനുശേഷം കേശവ് ഒരിക്കലും നാട്ടിലോട്ട് തിരിച്ചു വന്നില്ല, അവിടെ തന്നെ ബ്യാ റച്ചാലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്, അവിടെ തന്നെ വെച്ചിട്ട്, വിദേശത്ത് തന്നെ വെച്ചിട്ട്. ബ്ലഡി ഹെൽ, ജാൻവി കാ ചെഹറ ക്രോധ് സെ തം തമാ രഹാ ഥ. അപ്പം എന്താണ്, ഈ ജാൻവിയുടെ മുഖം വളരെ ദേഷ്യമുണ്ട് ജാൻവിയുടെ മുഖത്ത്, അത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്നിട്ട് ബ്ലഡി ഹെൽ എന്ന് പറഞ്ഞു ജാൻവി. मैं उसे गौर से देख रही थी, आखिर यह भी तो उसी पीढ़ी की है. അപ്പൊ ഈ ഓദർ ജാൻവിയുടെ മുഖത്ത് വന്ന ഈ ദേഷ്യമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഗോർ സെ ദേഖ്ന എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഓദർ പറയാണ് ആഖിർ യ ബി തോ ഉസി പീഡി കി ഹെ, പീഡി എന്ന് പറഞ്ഞ ജനറേഷൻ എന്നുള്ള അർത്ഥമാണ്. ഈ പെൺകുട്ടിയും ഇദ്ദേഹത്തിന്റെ മക്കളുടെ ജനറേഷനിൽ പെട്ടത് തന്നെയല്ലേ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ജാൻവിയെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഫിർ ഇത്തിന ആക്രോഷ് ക്യൂ, പിന്നെ എന്തിനാണ് ഇത്രയും ആക്രോശം, ഇത്രയും ദേഷ്യമൊക്കെ കാണിക്കുന്നത് എന്ന്. അബ്ബി സമൽ ജാവോ ബാബ, ദുനിയാ മേ കോയി കിസി കാ നഹി. അപ്പം ജാൻവി ഇങ്ങനെ പറയാണ് ഇപ്പോഴെങ്കിലും ഇനി ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നു, അതായത് സമൽ ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർഫുൾ ആയിട്ട് അല്ലെങ്കിൽ അലേർട്ട് ആയിട്ട് ഇരിക്കും എന്നുള്ള അർത്ഥമാണ്. ദുനിയാ മേ കോയി കിസി കാ നഹി, ഈ ലോകത്ത് ആരും മറ്റാർക്കും വേണ്ടി ഒന്നും ചെയ്യില്ല, അതായത് എല്ലാരും സെൽഫിഷ് ആയിട്ടാണ് ചിന്തിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബച്ചി ജമീൻ കോ പക്കടെ റഖോ ജബ് തക് ജിന്ദാ ഹോ, ബാക്കിയുള്ള ഭൂമി തൻ്റെതായിട്ട് തന്നെ വെക്കൂ എത്ര നാൾ ജീവനോടെ ഉണ്ടോ എന്നുള്ളതാണ് പറയുന്നത്. ജാൻവിനെ വ്യാവഹാരിക് ജ്ഞാൻ ദിയ, വ്യാവഹാരിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ജ്ഞാൻ എന്ന് വെച്ചാൽ നോളജ്, അതായത് ജാൻവി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് ഈ പ്രായം ചെന്ന വ്യക്തിക്ക് കൊടുക്കുകയാണ്. ഈ ലോകത്ത് ആരും ആർക്കും വേണ്ടിയല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനി ബാക്കി എത്ര ഭൂമി ഉണ്ടോ അത് സ്വന്തമായിട്ട് തന്നെ കീപ്പ് ചെയ്യൂ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. വ ബി ഹംനെ ദേ ദി ബിട്ടിയ, അങ്ങനെ ജാൻവിന്റെ അടുത്ത് അദ്ദേഹം പറയാണ് അതും ഞാൻ കൊടുത്തു എന്ന്. കിസെ, ആർക്കാണ് കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. പിछले हफ्ते बेटी एक लड़के को ले आई, कहा कि उससे പ്രേം കർത്തി ഹെ, ബ്യാ കരേഗി. പിछले ഹഫ്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച. ബേട്ടി എക് ലഡ്കെ കോ ലേ ആയി, എന്താണ്, മകള് ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. കഹാ കി ഉസ്സെ പ്രേം കർത്തി ഹെ, അവനെ ഇഷ്ടാണെന്ന് പറഞ്ഞു. ബ്യാ കരേഗി, വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. उस लड़के की शर्त रही कि दहेज में इतना रुपया चाहिए, उसको विदेश जाने का था ना. അങ്ങനെ ആ ഒരു ആൺകുട്ടി ഉണ്ടല്ലോ, അതായത് മകളുടെ ബോയ് ഫ്രണ്ട്, മകൾ കൊണ്ടുവന്ന ആ ഒരു ചെറുക്കന്റെ ഷർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ദഹേജ് മേ, എനിക്ക് എന്താണ് സ്ത്രീധനായിട്ട് ഇത്ര പൈസ വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വിദേശത്തേക്ക് പോകണമായിരുന്നു എന്നുള്ളതാണ്. തോ തുമ്നെ ബേട്ടി കോ മനാ ക്യൂ നഹി കർ ദിയ ऐसे ലഡ്കെ സെ ഷാദി കർനെ കെ ലിയെ. അപ്പൊ ഇവര് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് മകളിനെ എന്താണ് സ്റ്റോപ്പ് ചെയ്യാതിരുന്നത്, ഇങ്ങനത്തെ ഒരു ചെറുക്കനെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുകയാണ്. കിയേ ഥേ ബിട്ടിയ മഗർ വ നഹി മാനി. അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ പറഞ്ഞതാണ് മകളുടെ അടുത്ത് ഈ ഒരു ചെറുക്കനായിട്ട് വിവാഹം വേണ്ട എന്നുള്ളത്, പക്ഷെ അവള് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. ഹംകോ ബോലി തുമ്ഹാരി നീയത്ത് നഹി ഹമാര ഹിസ്സ ദേനേക്കി. അപ്പൊ എന്റെ അടുത്ത് മകള് പറഞ്ഞു എന്താണ്, അച്ഛന് എന്താണ് എനിക്ക് അവകാശപ്പെട്ട എന്റെ ആ ഭൂമി എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം ഇല്ല എന്നാണ് പറഞ്ഞത്. നീയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഉദ്ദേശം എന്നുള്ള അർത്ഥമാണ്. ഹിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാഗം എന്നുള്ള അർത്ഥമാണ്. അതായത് അച്ഛന്റെ പ്രോപ്പർട്ടി പാർട്ടീഷൻ ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കില്ലേ, അപ്പൊ ചേട്ടന് കുറച്ച് കൊടുത്തിട്ടാണല്ലോ വിദേശത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോ മകൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കാനായിട്ടുള്ള ഉദ്ദേശം അച്ഛനില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ മകൾ സംസാരിച്ചു. ഹമാരെ ഹിസ്സെ
की खेती है बेचकर हमको पैसा दे दो. അങ്ങനെ മകള് പറഞ്ഞു എന്റെ ഭാഗത്തിൽ വരുന്ന സ്ഥലത്തുള്ള കൃഷി ഉണ്ടല്ലോ, അപ്പൊ അവിടെയുള്ള ആ സ്ഥലം അങ്ങോട്ട് വിറ്റിട്ട് എനിക്ക് ആ പൈസ തന്നു എന്ന് പറഞ്ഞു. ഉസ് പർ കാനൂനൻ ഹമാര ഹക്ക് ഹെ. കാനൂനൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട്, ഹക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശം. അതായത് ആ സ്ഥലം നിയമപരമായിട്ട് എനിക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് അത് വിറ്റിട്ട് എനിക്കുള്ള പൈസ തന്നു എന്ന് മകള് പറഞ്ഞു. സോ ഹം ഉസ് ജമീൻ കോ ബേച്ച് കെ പൈസ ബിട്ടിയ കെ ഹാത്ത് മേ ധർ ആയേ ഹെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഞാൻ ആ ഭൂമി വിറ്റിട്ട് മകൾക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ചു വരികയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ മകൾക്ക് പൈസ കൊടുത്തിട്ട് വരികയാണ് എന്നുള്ളത്. അബ് തക് വ ഉഡ് ബി ഗയി ഹോഗി ആസ്മാൻ മേ. എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ സമയമാകുമ്പോഴത്തേക്കും അവൾ എന്താണ് ആ ഫ്ലൈറ്റിൽ കയറി പോയിട്ടുണ്ടാവും എന്ന്. ആസ്മാൻ എന്ന് വെച്ചാൽ എന്താണ്, ആകാശം. ഉഡ്ജാന എന്ന് വെച്ചാൽ പറക്കുക, അതായത് അവരിപ്പോഴേ വിദേശത്തേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പിക്ചർ കാണാം, ആ മനുഷ്യൻ സാധു മനുഷ്യനാണ് ആ ട്രെയിനിന്റെ ഡോറിന്റെ അവിടെ നിൽക്കുന്നതായിട്ട് കാണാം. ഉസി ने तो हमारा टिकट निकाल कर हाथ में दिया है, कहा बापू गंगा किनारे चले जाओ माई सबको मुक्ति देती है. എന്നിട്ട് അദ്ദേഹം പറയാണ് മകള് തന്നെയാണ് എനിക്ക് ഈ ടിക്കറ്റ് എടുത്ത് തന്നത്, ഈ ടിക്കറ്റ് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നത്. എന്നിട്ട് പറഞ്ഞു ബാപ്പു ഗംഗ കിനാരെ ചലേ ജാവോ, എന്താണ് ഗംഗാ നദിയുടെ തീരത്തേക്ക് പൊയ്ക്കോളൂ, പോകൂ. മായി സബ്കോ മുക്തി ദേഗി. ഗംഗ മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, അതായത് ഗംഗാ നദി എല്ലാവർക്കും മുക്തി നൽകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തു കൊടുത്തതും മകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. कहते हुए उन्होंने अपनी नजर ट्रेन की छत पर टिका दी. दर्द का सूनापन उन आंखों में देखा जा सकता था. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താണ് ട്രെയിനിന്റെ ഛത്ത് എന്ന് വെച്ചാൽ അതിന്റെ മോൾ ഭാഗം, അതിന്റെ റൂഫ് പോർഷനിലേക്ക് നോക്കിയിരിക്കാനായിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? ദർദ് കാ സൂനാപ്പൻ ഉൻ ആഖോ മേ ദേഖാ ജാ സക്താ ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ദർദ് വേദനയുടെ സൂനാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടല്, അത് ആ കണ്ണുകളിൽ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഇപ്പൊ കരയും എന്നുള്ളൊരു പോയിന്റിലാണ് ഉള്ളത്, അത് കാണിക്കാതിരിക്കാൻ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആക്കി പത്നി ഗുസ്രി തോ ആക്കി ഉമ്ര ക്യാ രഹി ഹോഗി ഭയ്യാജി. അങ്ങനെ ഈ റൈറ്റർ ചോദിച്ചു താങ്കളുടെ ഭാര്യ മരിച്ച സമയത്ത് താങ്കളുടെ പ്രായം എത്രയായിരുന്നു എന്ന്. അപ്പൊ അദ്ദേഹം പറയാണ് യഹി കൊയ് 25-26 ബറസ് രഹാ ഹുങ്ക, ബറസ് കാ രഹാ ഹുങ്ക എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 25-26 വയസ്സായിരിക്കും എനിക്ക് അന്ന് ഉണ്ടായിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ബസ് തോ ആപ്നെ ക്യോ നഹി സോച്ച അപ്നെ ബാരെ മേ ദൂസരി ഷാദി കർ സക്തേ ഥേ. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്താണ് സ്വന്തം കാര്യം നോക്കാതിരുന്നത്, വേറൊരു വിവാഹം കഴിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ആരാണ് ചോദിച്ചത്? സീറ്റ് നമ്പർ 23 കെ യാത്രീനെ പൂച്ച, 23 കെ യാത്രീനെ പൂച്ച. അതായത് എന്താണ് സീറ്റ് നമ്പർ 23 ഒരു യാത്രിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, എന്തുകൊണ്ട് വേറൊരു വിവാഹം കഴിച്ചില്ല എന്നുള്ളത്. അപ്പനെ ബാരെ മേ കുച്ച് സോച്ചനെ കാ ഇത്ന ബഖത് ഹി കഹാ ഥാ ഹമാരെ പാസ്. അപ്പം അദ്ദേഹം പറയാണ് സ്വന്തം കാര്യം നോക്കാനൊക്കെ ഉള്ള സമയം എവിടെയായിരുന്നു എന്റെ പക്കല് എന്ന്. ബഖത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്ത് എന്നുള്ള അർത്ഥം തന്നെയാണ്, സമയം എന്നുള്ളതാണ്. ഹം തോ കാന്ത കി ദേഹ് കോ ജൽദി ജൽദി അഗ്നി കെ ഹവാലെ കർ ദോടത്തെ ഹുए घर आए कि बच्चे भूखे होंगे. ഞാനാണ് െന്നുണ്ടെങ്കിൽ എന്റെ കാന്ത, എന്റെ പത്നിയായിട്ടുള്ള കാന്തയുടെ എന്താണ് ചിതയ്ക്ക് പെട്ടെന്ന് തീ കൊടുത്തിട്ട്, ജൽദി ജൽദി അഗ്നിക്ക് ഹവാലേക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് ദോടത്തെ ഹുए घर ആയേ കി ബച്ചേ ഭൂക്കേ ഹോങ്കെ, കുട്ടികൾ വിശന്നിരിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ആക്കെ ദേഖാ തോ ബിട്ടിയ ധാർ ധാർ റോ രഹി ഥി. വീട്ടിൽ വന്നപ്പോ മകളാണെങ്കിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പനി മയ്യാക്കോ പുക്കാർ രഹി ഥി, തന്റെ അമ്മയെ വിളിക്കുകയായിരുന്നു. ഹം तो बिना नहाए पहले बिटिया को गोदी लिए लिए दूध गर्म कर बोतल में डाल के दिए. ഞാനാണെങ്കിൽ എന്താ ചെയ്തത്, കുളിക്കുക പോലും ചെയ്തിട്ടില്ല. ബിനാ നഹായ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുളിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിനു മുൻപ് ഞാൻ എന്താണ് ചെയ്തത്, ബിട്ടിയാക്കോ ഗോദി ലിയേ ലിയേ, ഞാൻ എന്താ മകളെ മടിയിൽ എടുത്തു വെച്ചിട്ട് ദൂത് ഗർമ കർ ബോത്തൽ മേ ഡാൽ കെ ദിയേ, എന്താണ് പാല് ചൂടാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് കൊടുത്തു. ഫിർ നഹായെ, എന്നിട്ടാണ് എനിക്കൊന്ന് കുളിക്കാനായിട്ട് പറ്റിയത്. बस ऐसे ही केसव और कजरी की देखभाल में कब उम्र बीत गई पता नहीं चला. അങ്ങനെ കേശവിനെയും കജ്രിയെയും വളർത്തുന്നതില് എന്റെ പ്രായം എവിടെയാണ് കടന്നുപോയത് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്.
ദേഖ്ഭാൽ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി വളർത്തുക എന്നുള്ള അർത്ഥമാണ്. ഉമർ എന്ന് വെച്ചാൽ പ്രായം. അങ്ങനെ കാലം കടന്നു പോയത് ഞാൻ അറിഞ്ഞില്ല മക്കളെ നോക്കി വളർത്തുന്നതിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. മൻ വിതൃഷ്ണ സെ ഭർ ഗയ ഹം സബ് വ്യഥിത് थे अपनी ही जन्मी संतान पिता के दुख से कैसे अनजान और लापरवाह रह सकती है. വിതൃഷ്ണ എന്ന് വെച്ചാൽ വെറുപ്പ്. അപ്പം മനസ്സിലൊരു വെറുപ്പ് നിറഞ്ഞു. എന്താണ്? ഹം സബ് വ്യഥിത് थे, ആ ട്രെയിനിലുള്ള ആൾക്കാരൊക്കെ വിഷമിച്ചിരിക്കുകയാണ്. എന്താലോചിച്ചിട്ടാണെന്നറിയോ? വെറുപ്പ് ആരോടാ തോന്നുന്നത്? മക്കളോട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് താൻ തന്നെ ജന്മം കൊടുത്ത് താൻ തന്നെ വളർത്തിയ മക്കള് എങ്ങനെയാണ് ആ അച്ഛന്റെ വേദന സേ അഞ്ചാന്ന് വെച്ച് കഴിഞ്ഞാല് വേദന അറിയാതെ, ലാപർവ എന്ന് വെച്ചാല് അതിനെക്കുറിച്ച് കെയർ ചെയ്യാതെ എന്നുള്ള അർത്ഥമാണ്. തീരെ കെയർ ചെയ്യാത്ത, ഒരു ശ്രദ്ധയില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ലാപർവ എന്ന് പറയുക. അപ്പം ഇത് മനസ്സിലാക്കുന്നില്ല. അഞ്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നില്ല എന്നുള്ള അർത്ഥമാണ്. അപ്പം എങ്ങനെയാണ് ആ മക്കൾക്ക് ഇങ്ങനെയും അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത അച്ഛന്റെ വിഷമം മനസ്സിലാക്കാതെയും അതിനെക്കുറിച്ച് കെയർ ചെയ്യാതെയും ജീവിക്കാനായിട്ട് പറ്റുന്നത് എന്ന് ആലോചിച്ചിട്ട് ആ മക്കളോട് ഒരു വെറുപ്പും ഇദ്ദേഹത്തെ പ്രതി, ഇദ്ദേഹത്തെ ആലോചിക്കുന്ന സമയത്ത് ഒരു വേദനയുമാണ് ആ ബോഗിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഒക്കെ മനസ്സിൽ വന്നത് എന്നാണ് പറയുന്നത്. അരേ ജിസ് പിതാനെ അപ്നാ പൂരാ ജീവൻ ബच्चों के हवाले होम कर दिया, उस पिता को इस अवस्था में छोड़ते हुए जरा भी दिल नहीं पसीजा. അങ്ങനെ റൈറ്റർ ആലോചിക്കുകയാണ്, ഈ ഒരു അച്ഛൻ തന്റെ മുഴുവൻ ജീവിതവും ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ത്യജിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള അച്ഛനെ ഈ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് പോകുമ്പോൾ ആ മക്കളുടെ ദിൽ നെഹി പസീജ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സൊന്നും നുറുങ്ങിയില്ലേ, പിടഞ്ഞില്ലേ, അല്ലെങ്കിൽ മനസ്സൊന്നും അലിഞ്ഞില്ലേ എന്നുള്ള അർത്ഥമാണ്. പസീജിനേക്ക് പല അർത്ഥങ്ങളുണ്ട്. അലിയുക എന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേദനിക്കുക, പല അർത്ഥമുണ്ട്. അപ്പം അവരുടെ മനസ്സിന് ചെറിയൊരു മാറ്റം പോലും വന്നില്ലേ ഈ അച്ഛനെ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകുമ്പോൾ എന്നാണ് റൈറ്റർ പറയുന്നത്. അബ് ആപ് ക്യാ കരേംഗെ ഭയ്യാജി, ആപ്കാ ജീവൻ മേരാ മൻ വ്യതിഥ. അങ്ങനെ റൈറ്ററിന്റെ മനസ്സിൽ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഇനി താങ്കൾ എന്താണ് ചെയ്യുക, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്. वह तो माई है ना, सबका ध्यान रखती है, हमें भी पालेगी, कोई चिंता नहीं. അപ്പൊ അദ്ദേഹം പറയാണ്, അതിന് ഗംഗാമയ്യ ഉണ്ടല്ലോ, എല്ലാരെയും നോക്കുന്ന, എല്ലാരെയും ശ്രദ്ധിക്കുന്ന അമ്മയുണ്ട്, എന്നെയും അവിടെ തന്നെ നോക്കിക്കോളും, അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് എന്താണ് ആകുലതയൊന്നും ഇല്ല എന്ന് പറയാണ്. മൻ സോച്ച് രഹാ ഥാ ക്യാ വാക്കൈ ചിന്ത നഹി, ഇസ് ഉമ്ര മേ യ അക്കേലാപ്പൻ കോയി ചിന്ത നഹി. അങ്ങനെ ഈ ഓദറിന്റെ മനസ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എന്താണ് ശരിക്കും അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ചിന്തകളോ ആകുലതകളോ ഒന്നും ഇല്ലേ? ഈ പ്രായത്തിൽ ഒറ്റപ്പെടുമ്പോ അങ്ങനെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ജീവിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഓഥർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ സുബഹ 5 बजे बनारस स्टेशन पहुंचती है तो 4:30 बजे ही चहल पहल സബി കി ചഹൽ പെഹൽ ഷുറു ഹോ ഗയി. അങ്ങനെ ട്രെയിൻ രാവിലെ 5 മണിക്ക് ബനാറസ് സ്റ്റേഷനിൽ എത്തും. അപ്പൊ ഒരു 4:30 ആയപ്പോഴേക്കും ആൾക്കാരൊക്കെ എഴുന്നേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ വേണ്ടി തുടങ്ങി. ചെഹൽ പെഹൽ എന്ന് വെച്ചാൽ ആൾക്കാരുടെ ആ ഒരു തിരക്കും, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അങ്ങനത്തെ ആ ശബ്ദത്തെയും ആ ഒരു അറ്റ്മോസ്ഫിയറിനെയാണ് പറയുന്നത്. അപ്പനെ അപ്പനെ സമാൻ കോ ഹംനെ ബി സഹേജ്ന ഷുറു കർ ദിയ. എല്ലാവരും തങ്ങളുടെ എന്താണ് ലഗേജും കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് കളക്ട് ചെയ്ത് അടുത്ത് വെക്കാനായിട്ട് തുടങ്ങി. ഭയ്യ ജി കാ ഖ്യാൽ आते ही मन कसेला हो रहा था. वे अपना छोटा सा बैग उठा ही रहे थे कि तभी जानवी की आत्मविश्वास से भरी आवाज हमारे कानों में पड़ी, बाबा. അങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ചിട്ട്, ഈ പ്രായം ചെന്ന മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഖ്യാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട്, ആ ഒരു ചിന്ത മനസ്സിൽ വരുന്ന സമയത്തൊക്കെ മനസ്സിനൊരു കയ്പ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. കസേല എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്പ് എന്നുള്ള അർത്ഥമാണ്. അതായത് മനസ്സിനൊരു വേദന തോന്നുകയാണ് അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അങ്ങനെ ആ ഒരു വ്യക്തി തന്റെ ബാഗ് എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ജാൻവിയുടെ ആത്മവിശ്വാസ് സേ ഭര എന്ന് വെച്ചാൽ ആത്മവിശ്വാസം നിറഞ്ഞ ആവാസ് ഹമാരെ കാനോമേ പടി, ആ ഒരു സൗണ്ട്, ആ ഒരു ശബ്ദം ഞങ്ങളുടെ എന്താണ് കാതുകളിൽ വന്ന് പതിച്ചത്. എന്താണ്? ബാബ എന്നാണ് ജാൻവി വിളിച്ചത്. ബാബ എന്ന് വെച്ചാൽ അച്ഛൻ എന്നുള്ള അർത്ഥമാണ്. ആ മായി കെ പാസ് തോ ജാओगे, ഡുബ്കി ബി ലഗാओगे, മഗർ വഹാ രഹോगे नहीं. ജാൻവി എന്താ പറഞ്ഞത്?
അച്ഛ, താങ്കൾ എന്താണ് ഗംഗാമയ്യയുടെ അടുത്തേക്ക് പോകും, അതിൽ മുങ്ങുകയും ചെയ്യും, പക്ഷെ അവിടെ നിൽക്കില്ല എന്നാണ് ജാൻവി പറഞ്ഞത്. ഭയ്യ ജി ഓർ ഹം സബ് ഹൈറാനി സെ ജാൻവി കോ ദേഖ്നെ ലഗെ. അപ്പൊ ആ വ്യക്തിയും ഞങ്ങളെല്ലാരും ജാൻവിയെ ഹൈറാനീസ് എന്ന് വെച്ചാൽ ഷോക്ക്ഡ് ആയിട്ട് ഇങ്ങനെ നോക്കാനായിട്ട് തുടങ്ങി, ആശ്ചര്യത്തോടു കൂടി നോക്കാനായിട്ട് തുടങ്ങി. അരെ ऐसे क्या देख रहे हैं, आप मेरे साथ मेरे घर चल रहे हैं. അങ്ങനെ ജാൻവി പറയാണ്, എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, താങ്കൾ എന്നോടൊപ്പം എന്റെ വീട്ടിലേക്കാണ് വരുന്നത് എന്ന്. ഇസ് ബേട്ടി കോ പിതാ കി ജറൂരത് ഹൈ. അങ്ങനെ ജാൻവി പറയാണ്, ഈ മകൾക്ക് ഒരു അച്ഛനെ ആവശ്യമുണ്ട് എന്നുള്ളത്. ബച്പൻ സെ അനാഥാശ്രം മേ പലി ഹും. എന്താണ്, ഞാൻ കുട്ടിക്കാലം മുതൽ അനാഥാശ്രമിലാണ്, പലി ഹും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നത് എന്നാണ്. അക്കേലേപ്പൻ കാ ദർദ് ജാൻതി ഹും. അക്കേലാപ്പൻ എന്ന് വെച്ചാൽ എന്താണ്, ഒറ്റപ്പെടൽ, അതിന്റെ വേദന എന്താണെന്ന് എനിക്ക് അറിയാം. ബഡി മെഹനത് സെ ആജ് ഖുദ് കോ ഇസ് കാബിൽ ബനാ പായി ഹും കി അപ്നെ പാരോ പർ ഖടി രഹും. അതായത് ഖടി ഹും, അതായത് എന്താണ്, അപ്നെ പാരോ പർ ഖടി ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. ബഡി മെഹനത് സെ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, ആജ് ഖുദ് കോ ഇസ് കാബിൽ ബനാ പായി ഹും, സ്വയം എന്നെ തന്നെ ഇത്രയും ഞാൻ കേപ്പബിൾ ആക്കിയത്. കാബിൽ ബനാന എന്ന് വെച്ച് കഴിഞ്ഞാൽ കേപ്പബിൾ ആക്കുക, യോഗ്യയാക്കുക എന്നുള്ള അർത്ഥമാണ്. കി അപ്നെ പാരോ പർ ഖടി ഹും, അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇപ്പൊ ഞാൻ അതിന് കേപ്പബിൾ ആണ്, യോഗ്യയാണ് എന്റെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട്. ഈശ്വർ കി ദയാസെ ഇത്തന കമാ ലേത്തി ഹും കി അപ്നെ ബാപ് കി ദേഖ്ഭാൽ കർ സക്കും. പിന്നെ ഈശ്വര അനുഗ്രഹം കൊണ്ട് ഞാൻ ഇത്രയും സമ്പാദിക്കുന്നുണ്ട്, എന്റെ അച്ഛനെ നോക്കാനായിട്ടുള്ള, കെയർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അത്രയും പൈസയൊക്കെ ഞാൻ സമ്പാദിക്കുന്നുണ്ട് എന്ന് പറയാണ്. ലേക്കിൻ ബിട്ടിയ, അപ്പൊ അദ്ദേഹം പറയാണ്, പക്ഷെ മകളെ എന്നിങ്ങനെ പറയാണ്. അപ്പം ജാൻവി തിരിച്ചു പറയാണ്, ലേക്കിൻ വേക്കിൻ കുച്ച് നെഹി, ആപ്കാ സാമാൻ യഹാ ദീജിയെ. അപ്പൊ ജാൻവി പറഞ്ഞു, അങ്ങനെ പക്ഷേ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, അച്ഛന്റെ ആ ലഗേജ് എനിക്ക് തരൂ എന്ന് പറയാണ്. ഭയ്യ ജി കി ആഖെ ഭർ ഗയി, ഹാത്ത് ജോഡത്തെ ഹുए जानवी के पैरों में झुकने को हुए तो जानवी ने उनके दोनों हाथ थाम लिए. അപ്പൊ അതിന്റെ മീനിങ് പറയുന്നതിന് മുൻപ് നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്കുക. എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിന് എന്താണ്, എങ്ങനെയാണ് ജാൻവിനോട് ഈ ഒരു കാര്യത്തിന് താങ്ക്സ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്, ജാൻവിയുടെ കാല് പിടിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ജാൻവി എന്ത് ചെയ്തു, ഉൻകെ ദോനോ ഹാത്ത് താം ലിയേ എന്ന് വെച്ചാൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിന്റെ രണ്ട് കൈയും കൂടി കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യേ ഹാത്ത് മേരെ സർ പർ രഖോ ബാബ, മുझे ആശീർവാദ് കി ജറൂരത് ഹൈ. എന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ കൈ എടുത്തിട്ട് ജാൻവിയുടെ തലയുടെ ഭാഗത്തായിട്ട് വെച്ചിട്ട് ജാൻവി പറഞ്ഞു, അച്ഛ ഈ കൈ ഇവിടെ വെക്കൂ, താങ്കളുടെ ആശീർവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അനുഗ്രഹത്തിന്റെ ആവശ്യമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു. മൈ മൻ ഹി മൻ ശർമിന്ദ थी कि जानवी के बारे में जाने क्या क्या सोच बैठी थी और ക്യാ നിക്ലി. അങ്ങനെ റൈറ്ററിനാണെങ്കിൽ മനസ്സിന്റെ ഉള്ളില് ഷർമിന്ദ ഒരു ലജ്ജ, ഒരു നാണക്കേട് തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജാൻവിയെ കുറിച്ച് എന്തൊക്കെയാണ് ആലോചിച്ചു കൂട്ടിയത്, പക്ഷെ ജാൻവി ഇങ്ങനെയുള്ള ഒരു വ്യക്തിയല്ലേ ആയിരുന്നു, ഇത്ര നല്ലൊരു കുട്ടീനെ കുറിച്ചാണോ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയത് എന്നാണ് റൈറ്റർ ആലോചിക്കുന്നത്. ഖുദ്കോ ബോന മെഹസൂസ് കർ രഹി ഥി ഉസ്കെ ആകെ. ബോന മെഹസൂസ് കർണ വെച്ചാല് ചെറുതായിട്ട് തോന്നുക, അതായത് ജാൻവിയുടെ മുന്നിൽ ഞാൻ എത്ര ചെറുതാണ് എന്ന് എനിക്ക് തോന്നാനായിട്ട് തുടങ്ങി ആ ഒരു ദൃശ്യം കണ്ടപ്പോൾ എന്നാണ് പറയുന്നത്. ദൂസരി ഓർ ഖുഷ് ബി ഥി കി ഉസ്കെ ബാരെ മേ മേരെ സാരെ ദാവെ ഝൂഠെ സാബിത് ഹുए. ഝൂഠെ സാബിത് ഹുए എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൾസ് ആയിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടു എന്നാണ്. സാബിത് ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യപ്പെടുക, തെളിയിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പം ദൂസരി ഓർ എന്ന് വെച്ചാൽ മറുവശത്ത് എന്താണ്, ജാൻവിനെ കുറിച്ച് ഞാൻ ആലോചിച്ച കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷവും ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു റൈറ്റർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ സ്റ്റോറിയിൽ പറയാനായിട്ടുള്ളത്. ഇനി ഈ സ്റ്റോറിനെ കുറിച്ച് ചെറിയൊരു പോർഷൻ, ഒരു ബിറ്റ് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് വായിച്ചു നോക്കാം. एक झलक समकालीन कहानी जीवन की जटिलताओं को സംവേദനശീൽ ढंग से प्रस्तुत करती है. അപ്പൊ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ അല്ലെ ബുദ്ധിമുട്ടുകളെയൊക്കെ ഒരു സെൻസിറ്റീവായ രീതിയിൽ, സംവേദനശീൽ ढंग से എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. ജാൻവി एक ऐसे पिता के त्याग की कहानी है जो अपनी जिंदगी और कमाई अपने बच्चों के भविष्य के लिए സമർപ്പിത് കർ ദേത്താ ഹെ. ജാൻവി എന്ന് പറയുന്നത് വളരെയധികം ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ള ഒരു അച്ഛന്റെ സ്റ്റോറിയാണ്. തന്റെ ജീവിതവും തന്റെ കമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ എന്തൊക്കെയാണോ സമ്പാദിച്ച് അതെല്ലാം തന്റെ മക്കളുടെ ഭവിഷ്യന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ തന്റെ മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരു അച്ഛന്റെ കഥയാണ്. കഹാനി മേ ബൂഢെ പിതാ കോ അക്കേല ഓർ ബേസഹാര ഛോഡ്കർ ബच्चे വിദേശ് ചലേ ജാത്തെ ഹെ. ഈ ഒരു
ഒരു സ്റ്റോറിയിൽ പ്രായം ചെന്ന അച്ഛനെ ഒറ്റയ്ക്കും അതുപോലെ തന്നെ വേറൊരു ആശ്രയവും ഇല്ലാതെ, ബേസഹാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്രയവും ഇല്ലാതെ ചോടുക്കർ വിട്ടിട്ട് മക്കൾ എന്താ ചെയ്യുന്നത്, വിദേശത്തേക്ക് പോകുന്നു. ഏക് യുവതി ഉസ് പിതാ കോ അപ്നെ ഘർ പനാ ദേത്തി ഹെ. വേറൊരു യുവതി എന്താണ് ആ ഒരു അച്ഛന് തന്റെ വീട്ടിൽ ഒരു ആശ്രയം നൽകുന്നു. കഹാനി ബത്താത്തി ഹെ കി സച്ച അപ്നാപൻ കരുണ ഓർ സംവേദന സെ ജന്മ ലേത്താ ഹെ. അതായത് ഈ ഒരു സ്റ്റോറി പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്വന്തം ബന്ധം എന്നൊക്കെ പറയുന്നത് എന്താണ്, സച്ച അപ്നാപൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ സ്വന്തം എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ ഇല്ലേ, അത് കരുണയിൽ നിന്നും അതുപോലെ തന്നെ സംവേദന, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറിൽ നിന്നുമാണ് വരുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നീട് ഈ ഓഥറിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓഥറിന്റെ പേരെന്താണ്, ലത അഗ്രവാൾ എന്നുള്ളതാണ്. 1966 മഹാരാഷ്ട്രയിലെ ഷോലാപൂറിലാണ് ജനിച്ചത്. ഫേമസ് ആയിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത് സ്വാഭിമാൻ, മഹാതീർത്ത്, മംഗലാമുഖി തുടങ്ങിയവയാണ്. കഹാനി, ലഘുകഥ, നിബന്ധമൊക്കെയാണ് കൂടുതലും രചിച്ചിട്ടുള്ളത്. പിന്നെ ലതാജിക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് കമലേശ്വർ സ്മൃതി സമ്മാൻ, മനസ്വി സമ്മാൻ തുടങ്ങിയവയാണ്. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ടെക്സ്റ്റിലെ ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി നോക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് ഒക്കെ എന്താണ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നിങ്ങൾ സ്വന്തം വേർഡ്സിൽ എഴുതിയാൽ മതി, പക്ഷെ ഇങ്ങനെ ഒരു സമ്മറി കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് സ്കിപ്പ് ചെയ്യുന്നില്ല. എല്ലാ ചാപ്റ്ററിലും ഞാൻ സമ്മറി ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പം എന്താണ്, जानवी लता अग्रवाल. लता अग्रवाल की जानवी समकालीन कहानी की यथार्थपरकता, सामाजिक चेतना, मानवीय संवेदना और मूल्यबोध जैसी विशेषताओं का सशक्त उदाहरण है. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളുണ്ട് അല്ലെ, പറഞ്ഞുതരാം. യഥാർത്ഥ പരക്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസം, റിയാലിറ്റി, സമൂഹത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു റിയാലിറ്റി. സാമാജിക് ചേതന എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ കോൺഷ്യസ്നെസ്, അതായത് സാമൂഹ്യ അവബോധം. മാനവീയ സംവേദന, മനുഷ്യരുടെ എന്താണ് ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ സെൻസിറ്റിവിറ്റിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ മൂല്യബോധം. ഈ 4 കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഒരു എന്താണ് സമകാലീൻ കഹാനിയാണ് ലത അഗ്രവാൾജി രചിച്ചിട്ടുള്ള ജാൻവി എന്ന് പറയുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത്. കഹാനി एक ऐसे त्यागी पिता की है जिसने पत्नी की मृत्यु के बाद दूसरा विवाह न करके अपनी पूरी जिंदगी और संपत्ति बच्चों के भविष्य के लिए समर्पित कर दी. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അത്രയും ത്യാഗം ചെയ്തിട്ടുള്ള ഒരു അച്ഛനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണ്. അദ്ദേഹം തന്റെ പത്നി മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കാതെ തന്റെ മുഴുവൻ ജീവിതവും, ജിന്ദഗി എന്ന് വെച്ചാൽ എന്താ, ജീവിതവും അതുപോലെ തന്നെ സമ്പത്തി, സമ്പാദ്യവും, തനിക്കുള്ള എല്ലാം തന്റെ മക്കളുടെ ഭവിഷ്യന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു. അങ്ങനെയുള്ള ഒരു അച്ഛന്റെ ത്യാഗത്തിന്റെ കഹാനിയാണ് ജാൻവി എന്ന് പറയുന്നത്. ബച്ചെ ബഡേ ഹോനെ പർ പഠായി കെ നാം പർ വിദേശ് ചലേ ജാത്തെ ഹെ. മക്കൾ വലുതായി കഴിഞ്ഞപ്പോഴും സ്റ്റഡീസിന്റെ പേരിൽ വിദേശത്തേക്ക് പോവാണ്. അപ്നെ പിതാക്കോ ബേസഹാര ഛോഡ് ദേത്തെ ഹെ. ബേസഹാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആശ്രയവും ഇല്ലാതെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാനില്ല അച്ഛന്. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ അച്ഛനെ ഇവിടെ വിട്ടിട്ട് മക്കൾ വിദേശത്തേക്ക് പോവാണ്. यहाँ तक कि पिता अपनी अंतिम पूंजी भी उनकी खुशहाल जिंदगी के खातिर बेच देते हैं. അതായത് അച്ഛന് ലാസ്റ്റ് എന്താണോ ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്ന അവസാനത്തെ സേവിങ്സ് വരെ എന്താണ്, അദ്ദേഹം മക്കളുടെ ഖുഷ്ഹാൽ ജിന്ദഗിക്ക് വേണ്ടിയിട്ട്, അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് എന്താണ് ബേച്ച് ദേത്തെ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് വിൽക്കുകയാണ് ചെയ്യുന്നത്. ബദലെ മേ ബच्चे पिता को एक रेल टिकट देकर यह उपदेश देते हैं कि वे अपनी अंतिम दिन गंगा नदी के तट पर गुजारे. പക്ഷെ ഇതിനൊക്കെ പകരമായിട്ട് മക്കൾ എന്താണ് അച്ഛന് കൊടുത്തത്, ഒരു റെയിൽവേ ടിക്കറ്റ് ആണ് കൊടുത്തത്. എന്നിട്ട് ഒരു ഉപദേശവും കൊടുത്തു. എന്താണ്, തന്റെ അവസാന ദിനങ്ങള് ഗംഗാ നദിയുടെ തട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ തീരത്ത്, ഗംഗാ നദിയുടെ തീരത്ത് ഗുസാരെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് വിടുകയാണ് ചെയ്തത്, ടിക്കറ്റും കൊടുത്തിട്ട്. മാനോ ജീവൻ സെ ഉൻഹെ വിദാ കർ രഹേ ഹോ. അതായത് അവരുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാർട്ട് അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു, അദ്ദേഹത്തിനോട് ബായ് പറഞ്ഞു വിടുന്നത് പോലെയാണ് മക്കൾ ഇങ്ങനെ ചെയ്യുന്നത്. ട്രെയിൻ മേ ഏക് അനാഥ യുവതി ഉസ് വൃദ്ധ കോ അപ്നെ ഘർ മേ പനാ ദേത്തി ഹെ ഓർ ഉൻഹെ അപ്നെ പിതാ കെ രൂപ് മേ അപ്നാത്തി ഹെ. ട്രെയിനിലുള്ള ഒരു അനാഥയായിട്ടുള്ള ഒരു
യുവതി ഈ വൃദ്ധനെ അപ്നെ ഘർ മേ പനാ ദേത്തി ഹെ, തന്റെ വീട്ടിൽ ആശ്രയം കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ തന്റെ അച്ഛന്റെ രൂപത്തിൽ അപ്നാത്തി ഹെ എന്ന് വെച്ചാൽ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതായത് തന്റെ സ്വന്തം അച്ഛനായിട്ട് സ്വീകരിക്കുന്നു. കഹാനി ആജ് സമാജ് മേ വിദ്യമാൻ വൃദ്ധോं के सामाजिक भावनात्मक अलगाव का യഥാർത്ഥ ചിത്ര പ്രസ്തുത് करती है. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ആജ് ഇന്ന് സമാജ് മേ വിദ്യമാൻ സമൂഹത്തില് നിലനിൽക്കുന്ന വൃദ്ധരെ അനുഭവിക്കുന്ന സാമാജിക് ഭാവനാത്മക് അലഗാവ് എന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ ഇമോഷണൽ ഐസൊലേഷൻ എന്നുള്ളതാണ്. അതായത് സമൂഹത്തില് അവരെ സാമൂഹികമായ രീതിയിലും അവരെ ഇമോഷണലായ രീതിയിലൊക്കെ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത കാണാനായിട്ട് ഉണ്ട് ഇപ്പം. അപ്പം ആ ഒരു സാഹചര്യത്തെ ആണ് കാണിക്കുന്നത്. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഐസൊലേഷനിൽ ഈ ഒറ്റപ്പെടുത്തല്, വൃദ്ധരെ ഒറ്റപ്പെടുത്തുന്ന ആ ഒരു രീതി, അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഈ ഒരു കഥയിലൂടെ വരച്ചു കാണിക്കുന്നത് എന്നാണ് ആ ഒരു സെന്റൻസിന്റെ അർത്ഥം. സംബന്ധോമേ ആയി സംവേദനഹീനത और ഉപയോഗിതവാദി സോച്ച് സമകാലീൻ ജീവൻ की കരുൺ സച്ചായി है. സംബന്ധോമേ ആയി എന്ന് വെച്ചാൽ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള സംവേദനഹീനത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ, ആരും ആരെക്കുറിച്ചും ബോധേഡല്ല എന്നുള്ളൊരു രീതി. അതുപോലെ തന്നെ ഉപയോഗിതവാദി സോച്ച്, അതായത് ഒരാളെ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി, ഒരാളെ ഉപയോഗിക്കുക എന്നിട്ട് പിന്നെ അവരെ വേണ്ട എന്നുള്ള ഒരു രീതി, സെൽഫിഷ് ആയിട്ടുള്ള ആ ഒരു സമൂഹല്ലേ, അതിനെയാണ് ചിത്രീകരിക്കുന്നത്. ആ ഒരു കാര്യം എന്ന് പറയുന്നത്, സെൽഫിഷ് ആയ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിലെ ഒരു സത്യാവസ്ഥയാണ്. അതാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് എന്നാണ് പറയുന്നത്. इसके बावजूद जानवी का व्यवहार यह सिद्ध करता है कि मानवीयता और अपनापन अब भी जीवित है, भले ही वे रक्तबंधों में ना मिले. അതായത് ആളുകള് എന്താണ്, വൃദ്ധരെ മാത്രമല്ല സമൂഹത്തിലെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു രീതി നിലനിൽക്കുന്ന സമയത്തും ജാൻവിയുടെ വ്യവഹാരം എന്ന് വെച്ചാൽ ജാൻവിയുടെ പെരുമാറ്റം സിദ്ധ കർത്താ ഹെ, ഇത് തെളിയിക്കുന്നു എന്താണ്, കി മാനവീയത ഓർ അപ്നാപ്പൻ, മനുഷ്യത്വവും അതുപോലെ തന്നെ ഒരാളെ സ്വന്തമായിട്ട് കാണുക എന്നുള്ള രീതിയും, അപ്നാപ്പൻ എന്ന് വെച്ചാൽ അതാണ്, അബി ജീവിത് ഹെ, ഇപ്പോഴും ജീവനോടെ ഉണ്ട് സമൂഹത്തിൽ, മനുഷ്യത്വം മരിച്ചിട്ടില്ല, ഇപ്പോഴും സമൂഹത്തിൽ ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ജാൻവിയുടെ പെരുമാറ്റം എന്നാണ് പറയുന്നത്. ഭലേ ഹി വേ രക്തസംബന്ധോ മേ നാമിലെ, അത് രക്തബന്ധങ്ങളിൽ ഇപ്പൊ കാണാനില്ല എന്നുണ്ടെങ്കിലും സമൂഹത്തിൽ ചിലരിലെങ്കിലും ആ ഒരു മനുഷ്യത്വം നിലനിൽക്കുന്നുണ്ട് എന്ന് ജാൻവി തെളിയിക്കുന്നു എന്നാണ് പറയുന്നത്. കഹാനി യ പ്രശ്ന ഉഠാത്തി ഹെ, എന്താണ്, ഈ സ്റ്റോറി ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. എന്താണ്, പ്രഗതി ഓർ വ്യക്തിഗത് സഫലത കി ദോഡ് മേ, അതായത് പ്രഗതി എന്ന് വെച്ചാൽ പുരോഗമനം, വ്യക്തിഗത് സഫലത എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യക്തിപരമായിട്ടുള്ള സഫലത, സക്സസ്, വ്യക്തിപരമായിട്ടുള്ള വിജയം. കി ദോഡ് മേ എന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള റേസില്, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തില്, ക്യാ ഹം നൈതിക് ഉത്തരദായിത്വ ഓർ കൃതജ്ഞത കോ ഭൂൽത്തെ ജാ രഹേ ഹെ, നമ്മൾ ഓരോരുത്തരും നമ്മൾക്കുള്ള നൈതിക് ഉത്തരദായിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോറൽ ഡ്യൂട്ടീസ്, അതും അതുപോലെ തന്നെ കൃതജ്ഞത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃതജ്ഞത, നന്ദി, അതൊക്കെ ഭൂൽത്തെ ജാ രഹേ ഹെ, നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് എല്ലാവർക്കും സക്സസ്ഫുൾ ആവണം, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തില് നമ്മളുടെ മോറൽസിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ചില ഡ്യൂട്ടീസ് ഉണ്ട്, ചില റെസ്പോൺസിബിലിറ്റീസ്, ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് നമുക്ക് സമൂഹത്തില്. ആ കാര്യങ്ങളും അതുപോലെ തന്നെ കൃതജ്ഞത എന്നുള്ള കാര്യമൊക്കെ മൊത്തത്തിൽ മറന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.